ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സൂപ്പാണ്. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് നോൺ വെജും ഒക്കെ വെച്ചിട്ട് മിക്സായിട്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. അറബി ഇതിന് ഷോർബ എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ 250 ഗ്രാം ചിക്കൻ പുഴുങ്ങി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സായിട്ടിട്ട് വേവിച്ച് വേണം നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 100 ഗ്രാം ബീൻസ് ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്. 100 ഗ്രാം ബീൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊരു അറബിക്ക് വെജിറ്റബിളാണ്. കൂസ വലിയ ഒരെണ്ണം സ്മോളായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ മീഡിയം ടൈപ്പിലൊരു സവോളയും മീഡിയം ടൈപ്പിലെ ക്യാരറ്റും അതുപോലെ തന്നെ കട്ട് ചെയ്ത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വലിയ കാണല്ലേ. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്ന. ഇനി ഇതെല്ലാം നമുക്ക് ഒന്നിച്ചിട്ടൊന്ന് വേവിക്കണം. ഒരു പാനിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇടുന്നതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കണം. കാരണം ഈ ചിക്കൻ്റെ ഫ്ലേവർ എല്ലാം ഈ വെജിറ്റബിൾസിൽ കയറി പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ആ സൂപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നല്ല വെന്ത് കിട്ടും. ഏകദേശം ഒരു 4 വിസിൽ കൊണ്ട് പച്ചക്കറിയൊക്കെ നല്ല വെന്തടഞ്ഞ് കിട്ടും. അല്ലാതെ പാനിലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം താമസം എടുക്കും ഇത് വേകാൻ. നല്ലോണം പച്ചക്കറിയൊക്കെ വെന്താലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഈ ചിക്കനും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാം. പച്ചക്കറി നല്ലോണം വേഗം കണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സൂപ്പിനായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ല വെന്ത് ഉടയുന്ന പാകമാകുന്നിടം വരെ ഏകദേശം ഒരു 10-25 മിനിറ്റ് വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ. അതുവരെ വേവിച്ചാലേ ഉള്ളൂ ഈ സൂപ്പിലേക്ക് ഇതെല്ലാം കൂടെ നല്ല മിക്സായി കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഓട്സ് കലക്കി വയ്ക്കാം. ഏകദേശം ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ചാറിച്ച പാലാണ്. ഇതിലേക്ക് 2.5 സ്പൂൺ ഓട്സ് ചേർത്ത് നമുക്ക് ഇളക്കണം. ഇത് കലക്കി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് നല്ല മെൽറ്റായി കിട്ടും. എന്നാൽ മാത്രമേ നമ്മുടെ സൂപ്പിലേക്ക് ഇത് ചേർക്കുന്ന സമയത്ത് നല്ല കൊഴുപ്പായി കിട്ടത്തുള്ളൂ. സൂപ്പിന് നല്ല കൊഴുപ്പ് കൊടുക്കുന്നത് ഈ ഓട്സാണ്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് വെജിറ്റബിൾ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞ് കാണും. കാരണം ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. പിന്നെ ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടി ഊറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം നമുക്ക് പച്ചക്കറി കിട്ടാൻ. ഇതെല്ലാം ഒന്നുകൂടെ ഒരു തവി കൊണ്ട് ഉടച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ആ എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ പച്ചമുളക് ചേർക്കാം. ഞാൻ എരിവ് ചേർക്കുന്നു കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. 1 സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ നല്ല എരിയുള്ള കുരുമുളക് പൊടിയായത്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഓട്സൊക്കെ ചേർക്കുമ്പോൾ ഈ കുരുമുളക് പൊടിയുടെ കളറൊക്കെ അങ്ങ് മാറിക്കിട്ടുവേ. ഇപ്പം എല്ലാം കൂടെ നല്ല മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന ഓട്സ് ചേർക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വേഗത്തിൽ ഉണ്ടാക്കാം. കുക്കറിലൊക്കെയാണ് ഇതിൻ്റെ പകുതി സമയം മാത്രം മതി. നല്ല കൊഴുപ്പുള്ള ഒരു സൂപ്പായത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം പെട്ടെന്ന് വറ്റിപ്പോവും. കാരണം നല്ല വെള്ളമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒത്തിരി കട്ടിയാകാതെ ഈ സൂപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഓട്സ് ചേർക്കാം. ഓട്സ് ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇത് നല്ല കൊഴുപ്പായിട്ടുള്ള സൂപ്പായി കിട്ടും. ഇനി ഞാൻ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ അജിനോമോട്ടോയുടെ അംശം കൂടുതലാണ്. ഈ റെസിപ്പി ഉണ്ടാക്കി കാണിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിതിലൊരു ക്യൂബ് ചേർക്കുക. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിന് അത്ര നല്ല സാധനമല്ല. അതും ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. 2 ചെറിയ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി.
2 ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യാണേലും മതി. 1 സ്പൂൺ നെയ്യ് ചേർത്താൽ മതി. ഇപ്പം നല്ല തിക്കായിട്ടുള്ള സൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിന് കിട്ടണം. ഇപ്പം ആവശ്യത്തിന് കൊഴുപ്പും ഉണ്ട്, ആവശ്യത്തിന് വെള്ളവും ഉണ്ട്. ഇനി നമുക്കിതൊരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കോഴിമുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെ കട്ടിയായി പോകും. മുട്ട ഞാൻ ചെറിയ ഹോളിട്ടെടുത്തിട്ടുണ്ട്. നൂൽ പാകത്തിൽ വേണം നമുക്കിതിലേക്ക് ചേർക്കാൻ. എന്നാൽ മാത്രമേ ഇത് ഈ ചൂട് കൊണ്ട് വേഗത്തുള്ളൂ. കാരണം ഇനി നമ്മളിത് ബോയിൽ ചെയ്യുന്നില്ല. കട്ടിക്ക് മുട്ട വീണാൽ കട്ടിക്ക് കിടക്കും. ഇത് നൂൽ പരുവത്തിൽ ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ ചേർക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്തു. ഇനി നമ്മുടെ സൂപ്പ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അറബി സ്റ്റൈലിൽ ഞാനൊരു ഷോർബ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്ത ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ വേറെ റെസിപ്പിയായി തിരിച്ചു വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.